ഹായ് ഫ്രണ്ട്സ്, ഡിഗ്രി പ്രിലിംസ് സെക്കൻഡ് സ്റ്റേജിൻ്റെ പ്രൊവിഷൻ ആൻസർ കീ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ കേരള പോർച്ചുഗീസ് ബന്ധങ്ങളെ സംബന്ധിച്ചുള്ള ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതെല്ലാം? 4 പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ ഡി ആണ് ശരി. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. 1498 മെയ് മാസത്തിൽ വാസ്കോഡഗാമ കോഴിക്കോടെത്തി. 1500 പെഡ്രോ അൽവാരിസ് കബ്രാളിൻ്റെ നേതൃത്വത്തിൽ 2ാം പോർച്ചുഗീസ് സംഘം കേരളത്തിലെത്തി. 1502 വാസ്കോഡഗാമ 2ാം തവണ കേരളത്തിലെത്തി. പോർച്ചുഗീസുകാർ കേരളം വിടുന്നതുവരെ കോലത്തിരിയുമായി അവർക്ക് സ്ഥിരവും തുടർച്ചയും ഉള്ളതുമായിട്ടുള്ള സൗഹൃദമാണ് ഉണ്ടായിരുന്നത്. ഇതെല്ലാം ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അടുത്തത്, കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഏത് യൂറോപ്യൻ ശക്തിയാണ് പരാജയപ്പെടുത്തിയത്? ഓപ്ഷൻ സി ആണ് ആൻസർ, ഡച്ചുകാർ. താഴെ തന്നിരിക്കുന്ന പുസ്തകങ്ങളുടെയും രചയിതാക്കളുടെയും പേരുകൾ താരതമ്യം ചെയ്ത് ശരിയായ ഉത്തരം കണ്ടെത്തുക. ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. ഹോർത്തൂസ് മലബാറിക്കസ്, ഹെൻറിക് വാൻഡ്രീഡ്. മാമാങ്കം കിളിപ്പാട്ട്, കാടഞ്ചേരി നമ്പൂതിരി. പെരുമാൾ തിരുമൊഴി, കുലശേഖര ആൾവാറിൻ്റെയാണ്. തുഹത്തുൽ മുജാഹിദീൻ എഴുതിയത് ഷെയ്ഖ് സൈനുദ്ദീൻ. അപ്പം ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. അടുത്തത് 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിലെ 1ാമത്തെ EMS നമ്പൂതിരിപ്പാടിൻ്റെ കീഴിലുള്ള മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതെല്ലാം? ജോസഫ് മുണ്ടശ്ശേരിയായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി, ശരിയാണ്. PK ചാത്തൻ വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്നു, തെറ്റാണ്. KR ഗൗരി ആയിരുന്നു റവന്യൂ വകുപ്പ്, അത് ശരിയാണ്. KP ഗോപാലൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ്, അത് തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. KP ഗോപാലൻ വ്യവസായ മന്ത്രിയും അതുപോലെ PK ചാത്തൻ മാസ്റ്റർ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുമാണ്. അപ്പോൾ അത് തിരിച്ചും മറിച്ചും കൊടുത്തിട്ടുള്ളതാണ്. 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ശരി. അടുത്തത് 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. മൻസബ്ദാരി സമ്പ്രദായം നടപ്പിലാക്കിയത്? ഓപ്ഷൻ ബി ആണ് ആൻസർ, അക്ബർ ആണ്. ഏത് ആക്ട് അനുസരിച്ചാണ് ഇന്ത്യയുടെ ഭരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് ഗവൺമെൻറ് ഏറ്റെടുത്തത്? ഓപ്ഷൻ ബി ആണ് ആൻസർ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. താഴെ പറയുന്ന സംഭവങ്ങൾ അവ നടന്ന കാലക്രമം അനുസരിച്ച് ക്രമീകരിക്കുക. ഇവിടെ ആദ്യം വരുന്നത് 1905 ബംഗാൾ വിഭജനമാണ്. അതിനുശേഷം റൗലറ്റ് ആക്ട് വരും. 1919 പിന്നെ വരുന്നത് നെഹ്റു റിപ്പോർട്ട്. ലാസ്റ്റിലാണ് ഗാന്ധി ഇർവിൻ പാക്ട് വരുന്നത്. അപ്പം 3-1 അത് വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. 7ാമത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 3-1-4-2 എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 20-ദിന പരിപാടി കൊണ്ടുവന്നത് ആര്? ഓപ്ഷൻ എ ആണ് ആൻസർ, ഇന്ദിരാഗാന്ധിയാണ്. താഴെ തന്നിരിക്കുന്ന സംഭവങ്ങളെയും പ്രസ്ഥാനങ്ങളെയും താരതമ്യം ചെയ്ത് ശരിയായ ഉത്തരം കണ്ടെത്തുക. സ്റ്റാമ്പ് നിയമം അമേരിക്കൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഫ്രഞ്ച് വിപ്ലവമാണ്. ബിൽ ഓഫ് റൈറ്റ്സ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം. ബ്രസ്റ്റ് ലിറ്റോവിസ്ക് ഉടമ്പടി റഷ്യൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ എങ്ങനെയാണ് വരിക? എ 2ഉം ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ബി വരുന്നത് 4ഉമാണ്. A2 B4 എന്നുള്ളത് 2 ഓപ്ഷൻ ഉണ്ട്, എയും ഡിയും ഉണ്ട്. അപ്പോൾ നമ്മൾ അടുത്തത് നോക്കണം. ബിൽ ഓഫ് റൈറ്റ്സ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവമാണ്, C1 ആണ് വരുന്നത്, അത് ഡി ഓപ്ഷനാണ്. അപ്പം ആൻസർ വരുന്നത് ഡി ആണ്. താഴെ പറയുന്ന നേതാക്കളിൽ അറ്റ്ലാന്റിക് ചാർട്ടറിൽ ഒപ്പുവെച്ചവർ ആരെല്ലാം? ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റും വിൻസ്റ്റൺ ചർച്ചിലുമാണ്. 1ഉം 3ഉമാണ് ആൻസർ വരുന്നത്. അപ്പം ഓപ്ഷൻ ബി ആണ് ആൻസർ. താഴെ പറഞ്ഞവയിൽ ഏതാണ് പ്രധാനമായും ഡെൽറ്റ രൂപപ്പെടുത്തുന്നത്? ഡെൽറ്റ രൂപപ്പെടുത്തുന്നത് നദികളുടെ നിക്ഷേപമാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. ഒരു ടോപ്പോഗ്രാഫിക് മാപ്പിലെ കോണ്ടൂർ ഇടവേള എന്തിനെ പ്രതിനിധീകരിക്കുന്നു? തുടർച്ചയായ കോണ്ടൂർ രേഖകൾക്കിടയിലുള്ള ഉയരത്തിലെ ലംബ വ്യത്യാസമാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇന്ത്യയിലെ ഏത് പ്രദേശങ്ങളിലാണ് ഉഷ്ണമേഖല മുള്ളുവനങ്ങൾ കൂടുതലായിട്ട് കാണപ്പെടുന്നത്? മുള്ളുവനങ്ങൾ കൂടുതൽ കാണപ്പെടുക വരണ്ട പ്രദേശത്താണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ, രാജസ്ഥാൻ, ഗുജറാത്ത്, ഹരിയാന എന്നിവിടങ്ങളിലെ അർദ്ധവരണ്ട പ്രദേശങ്ങൾ. കേരളത്തിലെ സൈലന്റ് വാലി ദേശീയോദ്യാനം ഏത് തരം വനം ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കാൻ പേരുകേട്ടതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ, ഉഷ്ണമേഖല മഴക്കാടുകൾ. പശ്ചിമഘട്ടത്തിലെ പാലക്കാട് ചുരം ഏതൊക്കെ 2 പർവ്വനിരകളെയാണ് വേർതിരിക്കുന്നത്? നീലഗിരി മലനിരകളും നെല്ലിയാമ്പതി മലനിരകളുമാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. വരുമാന വിതരണത്തിൽ പുരോഗതിയില്ലാതെ പ്രതിശീർഷ വരുമാനത്തിലെ വർധനവ് സൂചിപ്പിക്കുന്നത്? ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്, വരുമാന അസമത്വം വർദ്ധിക്കുന്നു. ക്യാഷ് റിസർവ് അനുപാതം കുറയ്ക്കാനുള്ള RBIയുടെ തീരുമാനം പ്രധാനമായിട്ടും ലക്ഷ്യമിടുന്നത്? ഓപ്ഷൻ സി ആണ് ആൻസർ, ദ്രവ്യത വർദ്ധിപ്പിക്കൽ. GDPയിലും ധനക്കമ്മിയിലും ഒരേ സമയം ഉണ്ടാകുന്ന വർധനവ് സൂചിപ്പിക്കുന്നത്?
ഓപ്ഷൻ ബി ആണ് ആൻസർ. സർക്കാർ വിപുലീകരണ ധനനയം പിന്തുടരുന്നു. സാമ്പത്തിക വളർച്ചയുടെ ക്ഷേമ ആഘാതം വിലയിരുത്തുന്നതിനുള്ള ഏറ്റവും നല്ല അളവുകോൽ ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ. HDI ആണ്. നീതി ആയോഗ് താഴെത്തട്ടിലുള്ള ആസൂത്രണത്തിന് പ്രാധാന്യം നൽകുന്നു. സംസ്ഥാനങ്ങൾക്ക് സാമ്പത്തിക വിഭവങ്ങൾ അനുവദിക്കാൻ ഭരണഘടനാപരമായ അധികാരമുണ്ട്. അങ്ങനെ A, R എന്ന് 2 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ A എന്നത് ശരിയായിട്ടുള്ളതും R എന്നത് തെറ്റുമാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ. നീതി ആയോഗ് താഴെത്തട്ടിലുള്ള ആസൂത്രണത്തിന് പ്രാധാന്യം നൽകുന്നു ശരിയാണ്. സംസ്ഥാനങ്ങൾക്ക് സാമ്പത്തിക വിഭവങ്ങൾ അനുവദിക്കാൻ ഭരണഘടനാപരമായ അധികാരമുണ്ട് എന്നുള്ളത് തെറ്റായിട്ടുള്ളതുമാണ്. പ്രസിഡന്റിന് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. ലോക്പാലിൻ്റെ ആദ്യ അധ്യക്ഷൻ ആരാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ. ജസ്റ്റിസ് പിനാക്കി ചന്ദ്രഘോഷ് ആണ്. ഇന്ത്യയിൽ വിവരാവകാശ നിയമം പാസാക്കിയ വർഷം 2005 ആണ്. കേന്ദ്ര സംസ്ഥാന തർക്കം തീർപ്പാക്കൽ സുപ്രീം കോടതിയുടെ ഏത് അധികാരപരിധിയിൽ വരുന്നതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ. ഉപദേശക അധികാരപരിധി. പഞ്ചായത്ത് പിരിച്ചുവിട്ടാൽ ഏത് നിശ്ചിത സമയത്തിനുള്ളിൽ തിരഞ്ഞെടുപ്പ് നടത്തേണ്ടതാണ്? 6 മാസമാണ് ആൻസർ. താഴെ പറഞ്ഞവയിൽ ഏതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക കടമകളിൽ ഉൾപ്പെടാത്തത്? 4 മാത്രം എന്നുള്ളതാണ് ആൻസർ. വ്യക്തിയുടെ അന്തസ്സും രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പാക്കുക എന്നുള്ളത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ഭേദഗതി വരുത്തുന്നതിനുള്ള നടപടിക്രമം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഭാഗം 20 ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. ഏത് ഭരണഘടനാ ഭേദഗതിയിലാണ് ഇന്ത്യൻ ഭരണഘടനയിൽ കൂറുമാറ്റ വിരുദ്ധ വ്യവസ്ഥ അവതരിപ്പിക്കുന്നത്? ഓപ്ഷൻ ബി ആണ് ആൻസർ. 52ാം ഭേദഗതി. താഴെ പറയുന്ന ഏത് സുപ്രധാന വിധിന്യായത്തിലാണ് പാർലമെൻറ്റിന് മൗലിക അവകാശങ്ങൾ ഭേദഗതി ചെയ്യാൻ കഴിയില്ല എന്ന് സുപ്രീം കോടതി വിധിച്ചത്? ഗോരഖ്നാഥും മറ്റുള്ളവരും വേഴ്സസ് പഞ്ചാബ് സംസ്ഥാനം 1967 എന്നുള്ള കേസിലാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. 73ാം ഭേദഗതി നിയമം ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത്? ആർട്ടിക്കിൾ 40 ആണ് ആൻസർ. ഗദ്യത്തിൽ രചിക്കപ്പെട്ട മലയാളത്തിലെ ആദ്യത്തെ യാത്രാ വിവരണം എന്ന് അറിയപ്പെടുന്ന കൃതി ഏത്? ഓപ്ഷൻ എ ആണ് ആൻസർ. വർത്തമാന പുസ്തകമാണ്. ദ്വിതീയ അക്ഷരപ്രാസം നിശേഷം ഉപേക്ഷിച്ചുകൊണ്ട് 1895 AR രാജരാജവർമ്മ പ്രസിദ്ധീകരിച്ച പരിഭാഷാ കൃതി ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. മേഘദൂതമാണ്. കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപനത്തിന് മുൻകൈയെടുത്ത മലയാള കവി ആരാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. വള്ളത്തോൾ. എഴുത്തുകാരുടെയും കൃതികളുടെയും അടിസ്ഥാനത്തിൽ ചേരുംപടി ചേർക്കുക. ഇവിടെ ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. ഓടക്കുഴൽ ജി ശങ്കരക്കുറുപ്പ്, രണ്ടാം ഊഴം MD വാസുദേവൻ നായരുടെയാണ്. ഒരു ദേശത്തിൻ്റെ കഥ SK പൊറ്റക്കാട്, കയർ തകഴി, അങ്ങനെയാണ് വരിക. അടുത്തത് 1847 ജൂൺ മാസത്തിലാണ് മലയാളത്തിലെ ആദ്യത്തെ പത്രം പിറവിയെടുത്തത്. പത്രത്തിൻ്റെ പേര് രാജ്യസമാചാരമാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. കേരളത്തിൽ അവതരിപ്പിക്കപ്പെട്ട ആദ്യത്തെ ചവിട്ട് നാടകം എന്നറിയപ്പെടുന്ന ചവിട്ട് നാടകം കാറൽമാൻസ് ചരിതമാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്തത്, ബോഗി എന്ന പദം ഏത് കായിക ഇനമാണ് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ എ ആണ് ആൻസർ. ഗോൾഫ് ആണ്. ടോക്കിയോ 2020 ഒളിമ്പിക്സിൽ ഇന്ത്യൻ പുരുഷ ഹോക്കി ടീമിൻ്റെ പരിശീലകൻ ആരായിരുന്നു? എബ്രഹാം റീഡാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. 2028 സമ്മർ ഒളിമ്പിക്സിന് ഏത് നഗരം ആതിഥേയത്വം വഹിക്കും? ഓപ്ഷൻ സി ആണ് ആൻസർ. ലോസ് ഏഞ്ചൽസ്. CPU-നോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നതും ഏറ്റവും വേഗതയേറിയതുമായിട്ടുള്ള മെമ്മറി ഘടകം? ഓപ്ഷൻ എ ആണ് ആൻസർ. ക്യാഷ് മെമ്മറി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് ഒരു ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം? ഓപ്ഷൻ ബി ലിനക്സ് ആണ് ആൻസർ. ഉയർന്ന ബാൻഡ്വിഡ്ത്ത് ആവശ്യമായ ദീർഘദൂര വാർത്താവിനിമയത്തിനും നെറ്റ്വർക്കിംഗ് ആവശ്യങ്ങൾക്കും ഏറ്റവും അനുയോജ്യമായ ട്രാൻസ്മിഷൻ മീഡിയം ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ. ഒപ്റ്റിക്കൽ ഫൈബർ. വേൾഡ് വൈഡ് വെബിൻ്റെ പ്രധാന ഉദ്ദേശം എന്താണ്? ഹൈപ്പർ ടെക്സ്റ്റ് അടിസ്ഥാനമാക്കിയുള്ള ഡോക്യുമെൻറ്റുകൾ കൈകാര്യം ചെയ്യലാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. അശ്ലീല ഉള്ളടക്കം ഇലക്ട്രോണിക് രൂപത്തിൽ പ്രസിദ്ധീകരിക്കുകയോ സംപ്രേഷണം ചെയ്യുകയോ ചെയ്യുന്നതിന് ശിക്ഷ നൽകുന്നത് IT ആക്ടിലെ ഏത് വകുപ്പ് പ്രകാരമാണ്? വകുപ്പ് 67 ആണ് ആൻസർ. ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. മോൺട്രിയൽ പ്രോട്ടോകോൾ എന്ന് പറയുന്നത് 3 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ 3 സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞതെല്ലാം എന്നുള്ളതാണ് ശരി. താഴെ പറയുന്ന ഹരിതഗൃഹ വാതകങ്ങളെക്കാളും ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ കുറവാണ് മീഥേൻ വാതകത്തിന്. ഒന്നാമത് കൊടുത്തേക്കുന്നത് ക്ലോറോഫ്ലൂറോ കാർബൺസ് നൈട്രസ് ഓക്സൈഡ് എന്നുള്ളതാണ്. രണ്ടാമത് നൈട്രസ് ഓക്സൈഡ് കൊടുത്തിട്ടുണ്ട്. മൂന്നാമത് കാർബൺ ഡൈ ഓക്സൈഡ്. ഇതിൽ പൊട്ടൻഷ്യൽ കുറവുള്ളത്
തന്നിരിക്കുന്ന കോഡുകളിൽ നിന്ന് ശരിയുത്തരം തിരഞ്ഞെടുക്കാനാണ്. ഇവിടെ ശരിയായിട്ടുള്ള ഓപ്ഷൻ വരുന്നത് ബി ആണ്, 1ഉം 2ഉം മാത്രം. അടുത്ത ക്വസ്റ്റ്യൻ, ജൈവ വൈവിധ്യത്തിൻ്റെ ഇൻസിറ്റു സംരക്ഷണത്തിൻ്റെ രീതികൾ ആണ്. ഇവിടെ 3ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. നാഷണൽ പാർക്കുകളും ബയോസ്ഫിയർ റിസർവുകളും നാഷണൽ പാർക്കുകളും സാങ്ച്വറികളും. 3ഉം 4ഉം എന്നുള്ളത് ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്. ഗ്രേറ്റ് പസഫിക് ഗാർബേജ് പാച്ചിൽ കൂടുതലായി അടങ്ങിയിട്ടുള്ളത് ഓപ്ഷൻ എ ആണ് കറക്റ്റ്. പ്ലാസ്റ്റിക്കും മൈക്രോ പ്ലാസ്റ്റിക്കുമാണ്. അടുത്തത്, യൂട്രോഫിക്കേഷൻ സംഭവിക്കുന്നത് ഏത് മൂലകങ്ങൾ കൂടുമ്പോഴാണ്? 1ഉം 2ഉമാണ്. 1ഉം 2ഉം മാത്രമാണ്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. അടുത്തതായിട്ട് മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. 51ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഒരു ഭാജ്യ സംഖ്യയും അതേസമയം ഒരു പൂർണ്ണസംഖ്യയുടെ വർഗവുമാണ് എന്നുള്ളതാണ് ലഭിക്കുന്നത്. ഇവിടെ x7 ആണ് വരിക. അപ്പം x+2 വരുന്നത് 9 ആയിരിക്കും. 9 എന്ന് പറയുന്നത് ഒരു ഭാജ്യസംഖ്യയാണ്, കോമ്പോസിറ്റ് നമ്പറാണ്. അതുപോലെ പൂർണ്ണസംഖ്യയുടെ വർഗവുമാണ്. അടുത്തത് 52ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 52ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, 50 ആണ് വരുന്നത്. 53 എ ആണ് വരുന്നത്, 2420. അടുത്തത് 54ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ സി 50,000 ആണ്. 55ൻ്റെ ആൻസർ ഓപ്ഷൻ എ 1250. 56 ഓപ്ഷൻ സി 3 ദിവസം. 57ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്, 4.5 മീറ്റർ. 58ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ എ 2000. 59ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് ആൻസർ, 1% നഷ്ടം. 60ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി 25. 61ൻ്റെ ആൻസർ ഓപ്ഷൻ എ റേഡിയം. 62ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി 10/3. 63ൻ്റെ ആൻസർ ഓപ്ഷൻ ബി 110 ഡിഗ്രി. 64 ഓപ്ഷൻ സി ബുധനാഴ്ച. 65 ഓപ്ഷൻ സി TRRSS ആണ്. 66 ഓപ്ഷൻ എ ആണ് വരുന്നത്, ഓപ്ഷൻ എ 4. 67 ഓപ്ഷൻ എ 11. 68 ഓപ്ഷൻ ബി 25 കിലോമീറ്റർ. 69ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി 73. 70 ഓപ്ഷൻ സി ചെറുമകൻ. അടുത്തത് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ്. 70 കിലോമീറ്റേഴ്സ് ഈസ് മോർ ദാൻ എനിവൺ ക്യാൻ ലിഫ്റ്റ് ഈസിലി എന്നുള്ളതാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. 72 ഷീസ് എൽഡർ 2 ആണ് വരിക. ഓപ്ഷൻ സി ആണ് ആൻസർ. 73 ഐ ആം ഗുഡ് അറ്റ് ഗ്രാമർ, ആറിൻ്റെ ഓപ്ഷൻ സി ആണ് വരുന്നത്. ചേഞ്ച് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച്, ഐ വിൽ റിട്ടേൺ ദിസ് ബുക്ക് ടുമോറോ. ഓപ്ഷൻ എ ഹി പ്രോമിസ്ഡ് ദാറ്റ് ഹി വുഡ് റിട്ടേൺ ദാറ്റ് ബുക്ക് ദ നെക്സ്റ്റ് ഡേ എന്നുള്ളതാണ് ശരി. അടുത്തത് ഫീനിക്സ് എന്ന് എഴുതുന്നത് ശരിയായിട്ടുള്ളത് ഓപ്ഷൻ എ ആണ്. 76ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് വുഡ് ഹാവ് പാസ്ഡ്, ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 77ൻ്റെ ആൻസർ ഫോണ്ട് ഓഫ് ആണ് വരിക. എ റെഡ് ലെറ്റർ ഡേ, എ വെരി ഇമ്പോർട്ടൻറ്റ് ഡേ, ഓപ്ഷൻ ബി ആണ്. ഐ ആം എക്രോസ് എ ഡാഷ് ഓഫ് ഗേൾസ് എന്ന്, ഗേൾസിൻ്റെ എന്താണ് ബേബി ആണ് വരിക, ബേബി ഓഫ് ഗേൾസ് എന്നാണ് വരിക. ദി വേർഡ് സ്കേപ്പ് കോട്ട് മീൻസ് എ പേഴ്സൺ ബ്ലെയിംഡ് ഫോർ സംവൺ എൽസ് റോങ്, ഓപ്ഷൻ ഡി ആണ് ആൻസർ. എക്സ്ട്രാവജൻ്റെ ഓപ്പോസിറ്റ് തൃഫ്റ്റി ആണ്. സൈൻകോ നൺ അത് ആൻ എസെൻഷ്യൽ കണ്ടീഷൻ എന്നുള്ളതാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. ചൂസ് ദി കറക്റ്റ് സെൻറ്റൻസ്, ഇവിടെ കറക്റ്റ് സെൻറ്റൻസ് ഓപ്ഷൻ ബി ആണ്. ഹി ഹാസ് ബീൻ റൈറ്റിംഗ് ഫോർ 2 hours. പാസീവ് വോയിസ് ഓഫ് വെൻ ഡിഡ് യു ബൈ ദി ബോട്ട്, പാസീവ് വോയിസ് വരുന്നത് ഓപ്ഷൻ ബി ആണ്. വെൻ വാസ് ദി ബോട്ട് ബോട്ട്. അടുത്തത് സിംഗുലർ ഓഫ് ഡേറ്റ, ഡേറ്റയുടെ സിംഗുലർ വരുന്നത് ഓപ്ഷൻ സി ഡേറ്റമാണ്. അടുത്തത് ദർ ഈസ് ലിറ്റിൽ വാട്ടർ ഇൻ ദി ഗ്ലാസ് മീൻസ് ദർ ഈസ് നോ വാട്ടർ ഇൻ ദി ഗ്ലാസ്, ഓപ്ഷൻ സി ആണ് ആൻസർ. 87 പുട്ട് ഓഫ് ടു പോസ്റ്റ്പോൺ സംതിങ് ആണ്, ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. 88ൻ്റെ ആൻസർ ഓപ്ഷൻ സി അഡാപ്റ്റ് ആണ്. 89ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി വേഴ്സ് ആണ്. 90ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ഹാർഡ് ലെഫ്റ്റ് ആണ്. ഇനി മലയാളമാണ്. ശരിയായ പദം തിരഞ്ഞെടുക്കാനാണ്. ഓപ്ഷൻ ബി ശിപാർശയാണ് ശരി. ടു ലുക്ക് ബ്ലൂ എന്ന പ്രയോഗത്തിൻ്റെ ഉചിതമായ മലയാളം വിഷണ്ണനായിരിക്കുക, ഓപ്ഷൻ സി ആണ്. സർവം ആത്മാവായി കരുതുന്നവൻ, ഓപ്ഷൻ ഡി ആണ് ആൻസർ, ആത്മയാജിയാണ്.
മുഖ്യം എന്ന പദത്തിൻ്റെ വിപരീത പദം ഗൗണമാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. ഒരുക്കങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞേ എന്തും പ്രവർത്തിക്കാവൂ എന്ന ആശയം വരുന്ന പഴഞ്ചൊല്ല് കറ്റയും തലയിൽ വെച്ച് കളം ചെത്തരുത് എന്നുള്ളതാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. തെറ്റായ വാക്യം തിരഞ്ഞെടുക്കുക. ഇവിടെ തെറ്റായ വാക്യം ഏകദേശം 300ഓളം പേരെങ്കിലും ആ സദ്യയിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. പാമ്പ് എന്ന പദത്തിൻ്റെ പര്യായ പദം വിലേശയമാണ്. വെണ്മ എന്ന പദം പിരിച്ചെഴുതി കഴിഞ്ഞാൽ വെള് അധികം മാ എന്നുള്ളത്. ഓപ്ഷൻ ബി ആണ് ആൻസർ. വാരണ വ്യാള ഫല്ലൂക വൃക്കാദികൾ. അതിപ്പം ഫല്ലു എന്നുള്ളത് കരടിയാണ് വരുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ. ദിഗ് അധികം നാഗൻ എന്നീ പദങ്ങൾ ചേർത്ത് എഴുതി കഴിഞ്ഞാൽ ദിങ്നാഥൻ. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. ഡിഗ്രി പ്രിലിംസ് സെക്കൻഡ് സ്റ്റേജ് എഴുതിയവർ ഉറപ്പായിട്ടും നിങ്ങളുടെ മാർക്ക് കൂടെ കമൻറ്റ് ചെയ്യുക. ഒരു 55 എബോവ് കിട്ടിയവരൊക്കെ സേഫാണ് എന്ന് കരുതുന്നു. ഫസ്റ്റ് സ്റ്റേജിനെ അപേക്ഷിച്ച് ഈ ഒരു എക്സാം ഒരു ഈസി എക്സാമായിട്ടാണ് തോന്നുന്നത്. പിന്നെ ടൈം മാനേജ്മെൻറ്റ് നന്നായി വേണ്ട ഒരു എക്സാം ആയിരുന്നു ഇത്. ഫസ്റ്റ് മാത്സ് ചെയ്തവർക്കൊക്കെ ചിലപ്പോൾ ബാക്കി ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനായിട്ട് സമയം തികയാതെ വന്ന് കാണും. എനിക്കും ഇന്നായിരുന്നു എക്സാം. ഞാൻ ഫസ്റ്റ് മാത്സ് അല്ല ചെയ്തത്, ലാസ്റ്റിലാണ് ചെയ്തതെങ്കിൽ എനിക്ക് ടൈം തികയാതെ വന്നു മാത്സ് ചെയ്യാനായിട്ട്. ലാസ്റ്റിലൊരു 2-3 ക്വസ്റ്റ്യൻസ് എനിക്ക് മിസ്സാക്കേണ്ടതായിട്ട് വന്നു മാത്സിൻ്റേത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.